ഹായ് ഹലോ നമസ്കാരം, ഞാൻ ഐശ്വര്യം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പിടിയാണ്. പിടി എന്ന് പറഞ്ഞാൽ ചിലർക്കൊന്നും ചിലപ്പോൾ എന്താണെന്നത് മനസ്സിലാവണുണ്ടാവില്ല. തേങ്ങാപ്പാൽ കൊഴുക്കട്ട. നമ്മൾ തേങ്ങാപ്പാലിൽ വേവിച്ചെടുക്കുന്ന കൊഴുക്കട്ടയാണ് പിടി എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. പിടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ കുക്കറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു 3 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വെള്ളം ഏകദേശം ഒരു തിളയായി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 2 ടീസ്പൂണോളം ആണെങ്കിൽ തേങ്ങ ചിരകിയത്, പിന്നെ ജീരകം ഉണ്ടെങ്കിൽ ജീരകം ചേർക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ജീരകം ഇല്ലാത്തതുകൊണ്ട് ജീരകപ്പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. അതും കൂടി ചേർത്തിട്ട് തിളയ്ക്കാൻ വേണ്ടി വെക്കുക. അതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഏത് ഗ്ലാസ്സിനാണോ വെള്ളം അളന്നെടുത്തത് അതേ ഗ്ലാസ്സിൽ 2 ഗ്ലാസ്, ഇപ്പം ഞാനിവിടെ 3 ഗ്ലാസ് എടുത്തിട്ടുണ്ട് വെള്ളം. അപ്പം ഒരു 2 ഗ്ലാസ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ പത്തിരിപ്പൊടിയോ അങ്ങനെ ഉള്ള നൈസായിട്ടുള്ള പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം എന്നുള്ളതാണ് കണക്ക്. അതാണ് ഇപ്പോൾ 2 ഗ്ലാസ് പൊടി എടുത്തപ്പോൾ ഞാനിവിടെ 3 ഗ്ലാസ് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ച ശേഷമാണ് തീ ഇതിൻ്റെ കുറച്ച് വെക്കുക. കുറച്ച് വെച്ചിട്ടാണ് നമ്മൾ ഇതിലേക്ക് അരിപ്പൊടി ചേർത്ത് കൊടുക്കേണ്ടത്. പുട്ടിൻ്റെ പൊടിയെക്കാട്ടിൽ എപ്പോഴും നല്ലത് ഇടിയപ്പത്തിൻ്റെയോ പത്തിരിയുടെയൊക്കെ നമ്മുടെ പാക്കറ്റിൽ കിട്ടുന്ന വളരെ നൈസായിട്ടുള്ള പൊടി ചേർക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ തവിയുടെ ഒരു ബാക്ക് സൈഡ് കൊണ്ടിട്ടാണ് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്ത ശേഷമാണ് നമ്മൾ ഈ ആണെങ്കിൽ അങ്ങ് ഓഫ് ചെയ്യുക, സ്റ്റൗ ഓഫ് ചെയ്യുക. എന്നിട്ട് കുക്കർ വെച്ച് അടയ്ക്കുക. ഒരു 10-15 മിനിറ്റ് വരെ നമുക്കിത് മാറ്റി വെക്കാം. വിസിലൊന്നും മാറ്റേണ്ട ആവശ്യമില്ല. വിസിലോ റബ്ബറോ ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് അടച്ചു വെക്കുക. 15 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അപ്പോൾ ഇതൊരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത ശേഷമാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ബൗളിലേക്ക് അത് കംപ്ലീറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം. അപ്പം നമ്മുടെ കൈ കൊണ്ട് അത് കുഴക്കത്തക്ക രീതിയിലുള്ളൊരു ചൂട് ആവുന്നിടം വരെ നമുക്കത് വെയിറ്റ് ചെയ്യണം. എന്ന ശേഷം മാത്രമേ നമുക്കത് കുഴച്ചെടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നല്ലോണം കുഴച്ചെടുക്കുക. അപ്പോൾ ഇത് നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇടയ്ക്ക് കയ്യിൽ നല്ലപോലെ ചൂട് പറ്റുന്നുണ്ടെങ്കിൽ തൊട്ടടുത്താണെങ്കിൽ കുറച്ച് പച്ചവെള്ളം കൂടി വെച്ചിട്ട് അതിൽ ഇടയ്ക്കിടയ്ക്ക് കൈ മുക്കി നമുക്കിത് നന്നായിട്ട് കുഴച്ചെടുക്കാം. കുഴച്ചെടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഉരുട്ടിയെടുക്കണം. ഒത്തിരി വലിയ ബോളാവരുത്, ചെറിയ ബോൾ മതി. എന്നാൽ മാത്രമേ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് മൊത്തം ഉരുട്ടിയെടുക്കണം. മുഴുവനാണെങ്കിൽ ചെറിയ ബോൾസാക്കി ഇവിടെ ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഉരുട്ടിയെടുത്തിരിക്കുന്നത്. കുഞ്ഞു കുഞ്ഞു ബോൾസായിട്ടാണ്. നമുക്ക് ഇതൊന്ന് ആവിയിൽ വെച്ചിട്ട് വേവിക്കണം. ഈ സ്റ്റെപ്പ് ഓപ്ഷണലാണ്. ഞാനിങ്ങനെയാണ് ഇത് പൊതുവെ പിടി ഉണ്ടാക്കുമ്പോൾ ചെയ്യാറുള്ളത്. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ടാണെങ്കിൽ തേങ്ങാപ്പാലിലിട്ട് വേവിച്ചെടുക്കുകയും ആവാം. പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെ ആവിയിൽ വെച്ചൊന്ന് വേവിച്ച ശേഷം മാത്രമാണ് തേങ്ങാപ്പാലിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ചെറിയ ചെറിയ ബോൾസ് ആകാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിടിയുടെ കൂടെ യൂഷ്വലി എപ്പോഴും കഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ കറിയാണ്. അപ്പോൾ ആ മസാലയൊക്കെ പിടിക്കണമെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾസായിട്ട് എടുക്കുന്നതാണ് എപ്പോഴും നല്ലത്. പിടി അല്ലെങ്കിലും ചെറിയ ബോൾസായിട്ട് തന്നെയാണ് നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. നമ്മുടെ പിടിയൊക്കെ ഇവിടെ ആവിയിൽ വെച്ച് വേവിച്ചിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റ് മാത്രമേ ഞാനിത് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. തണുത്ത ശേഷമാണെങ്കിൽ നമുക്ക് ഇത് മാറ്റി വെക്കാം. ഒരു ഉരുളി അടുപ്പിൽ വെച്ചിട്ട് നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു തേങ്ങയുടെ പാലാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 1-ാം പാല് 2-ാം പാല് അങ്ങനെ മാറ്റിയല്ല, ഒന്നിച്ചാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ആവിയിൽ വേവിച്ചെടുത്തിരിക്കുന്ന നമ്മുടെ റൈസ് ബോൾസ് മുങ്ങിക്കിടക്കാൻ എത്ര വെള്ളം ആവശ്യമാണ് അത്രയും തേങ്ങാപ്പാൽ എടുക്കുക. ഇനി ഇതിലേക്കാണെങ്കിൽ നമ്മൾ കറിവേപ്പില, അതുപോലെ ചെറിയുള്ളി, ഒരു 3-4 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരല്പം ജീരകം, പിന്നെ വേണ്ടത് ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ പിടിയിലും അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചേർക്കുമ്പോൾ അത് കണക്കാക്കി വേണം ചേർക്കാൻ. അപ്പം എന്നിട്ട് നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇത് നോക്കിയിട്ട് ഒരല്പം ഉപ്പും കൂടി വേണമായിരുന്നു. അപ്പോൾ ഉപ്പും കൂടി നന്നായിട്ട് ചേർത്ത് വീണ്ടും നന്നായിട്ട് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കണം നമുക്ക് ആവശ്യത്തിനുള്ളതുണ്ടോ ഉപ്പ് എന്നുള്ളത്. എന്നിട്ട് നമുക്ക് ഈ റൈസ് ബോൾസ് എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക.
ഇതിന് നന്നായിട്ട് തിളച്ച് കുറുകി വറ്റി വരണം. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് തിളയ്ക്കുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ തിളച്ച് വരുന്ന സമയത്ത് ഇതൊന്ന് ഇളക്കി കൊടുക്കുക. പൊട്ടിപ്പോകും അല്ലെ ഉടഞ്ഞു പോകും അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെയൊന്നും സംഭവിക്കത്തില്ല. പിന്നെ ഇത് നന്നായിട്ടൊന്ന് കുറുകാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് അരിപ്പൊടി ചേർത്ത് കൊടുക്കും. ഞാനൊരു 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വെള്ളത്തിൽ കലക്കിയും ചേർക്കാം, അല്ലാതെ ഞാൻ പൊതുവെ ഇങ്ങനെ പൊടിയായിട്ട് ഇതിലേക്ക് അങ്ങ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗ്രേവിയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാവുന്നതാണ്. അപ്പോൾ ഇതാ നമ്മുടെ പിടിയൊക്കെ ആണെങ്കിൽ വെന്ത് കുറുകിയിട്ടുണ്ട്. എനിക്കിപ്പം ഇത്രയും ഗ്രേവിയുടെ ആവശ്യമുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്ക് കുറച്ചും കൂടി കുറുകി വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടി അടുപ്പിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുറുകി വരും. ഇപ്പോൾ തേങ്ങാപ്പാൽ വേവിച്ചെടുക്കുന്നതുകൊണ്ട് നല്ലൊരു മണമാണ് നമുക്കിത് വരുന്നത്. അതുപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. പിടി സാധാരണ രീതിയിൽ നമ്മൾ വറുത്തരച്ച ചിക്കൻ കറിയുടെ കൂടാണ് കഴിക്കുക, പക്ഷേ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ, വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണം. അപ്പോൾ ഇനി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.